മലയോര എക്സ്പ്രസ് പ്രധാന വാർത്തകൾ പവേഡ് ബൈ ജീവനം ആയുർവേദ് ഹോസ്പിറ്റൽ ഇരിട്ടി കീഴൂർ, സ്നേഹ സ്റ്റോഴ്സ് വാണിയപ്പറ, ലാസ അസോസിയേറ്റ്സ് അങ്ങാടിക്കടവ്. പോലീസിന്റെ പെല്ലറ്റ് തോക്കുകൊണ്ട് വെടിയേറ്റ വിദ്യാർത്ഥിയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ധർണ ആരംഭിച്ചു. ജന്തർ മന്ദറിലെ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി സഞ്ജീവ് നൽകിയ പരാതിയിൽ 1 മാസമായിട്ടും കേസെടുക്കാത്തതിനാലാണ് രാഹുൽ വിദ്യാർത്ഥിയുമായി ധർണയ്ക്കെത്തിയത്. മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയെങ്കിലും കേസെടുത്തിട്ടില്ല. കേസെടുത്ത ശേഷമേ ധർണ അവസാനിപ്പിക്കൂവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും പോലീസ് സ്റ്റേഷനിലെത്തി. യമനിലും സൊമാലിയയിലും 2 ചരക്കു കപ്പലുകളിൽ 22 ഇന്ത്യക്കാരെ കടൽ കൊള്ളക്കാർ ബന്ദികളാക്കി. യമൻ തീരത്തിന് 30 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് എരിത്രിയൻ പതാകയുള്ള MT സിബു എന്ന കപ്പൽ റാഞ്ചിയത്. കപ്പലിലുണ്ടായിരുന്ന 20 ജീവനക്കാരിൽ 16 പേർ ഇന്ത്യക്കാരാണ്. സൊമാലിയൻ തീരത്തിന് സമീപത്ത് വെച്ച് ആക്രമിക്കപ്പെട്ട കപ്പലിൽ 6 ഇന്ത്യക്കാരാണ് ഉള്ളത്. മുത്തങ്ങയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദൻ അടക്കമുള്ള 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. പ്രതികൾ 46,000 രൂപ വീതം കെട്ടിവെക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികൾ നൽകിയ അപ്പീലിൽ പിന്നീട് വിശദമായി വാദം കേൾക്കും. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളുടെയും ആസ്തി മൂല്യം തിട്ടപ്പെടുത്താൻ സർക്കാർ നടപടി തുടങ്ങി. ക്ഷേത്രങ്ങളിലെ സ്വർണത്തിന്റെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് ദേവസ്വം സെക്രട്ടറി ഡോക്ടർ MG രാജമാണിക്യം മന്ത്രി K മുരളീധരന് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. സ്വർണം വാങ്ങുമ്പോഴും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമ്പോഴും ഡിജിറ്റൽ തെളിവുകൾ നിർബന്ധമാക്കണമെന്നും എല്ലാ ദേവസ്വങ്ങളിലും ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുട്ടിൽ മരമുറി വഞ്ചന കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ വാദം കോടതി തള്ളി. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 31-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവിട്ടു. നെഹ്റു ട്രോഫി ജലമേള നാളെ. 70-ലേറെ വള്ളങ്ങൾ മത്സരിക്കുന്ന ജലോത്സവം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. ജലമേളയ്ക്ക് പുന്നമടക്കായലിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാധ്യമങ്ങളിലെ വാർത്തകൾ കണ്ടാണ് ഈ വിവരം അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ആലോചനകളും നടന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര ധനസഹായം നൽകാൻ സർക്കാർ 20 കോടി രൂപ അനുവദിച്ചു. തീരദേശ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനായുള്ള സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 2ാം ഗഡുവായാണ് ഈ തുക അനുവദിച്ചത്. കേരളത്തിലെ നാളികേര കർഷകർ നേരിടുന്ന ഉയർന്ന ഉൽപാദന ചെലവും വരുമാനത്തിലെ കുറവും പരിഗണിച്ച് 2027 സീസണിൽ കൊപ്രയ്ക്ക് ഗണ്യമായ വർധനവോടെ മിനിമം താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി T സിദ്ദിഖ് ആവശ്യപ്പെട്ടു. LDF സർക്കാർ ഗ്യാലനേജ് ഫീസ് 10 പൈസയിൽ നിന്ന് 10 രൂപയായി വർദ്ധിപ്പിച്ചതോടെ ബെവ്കോ വൻ സാമ്പത്തിക നഷ്ടത്തിലായെന്ന് റിപ്പോർട്ടുകൾ. ഗ്യാലനേജ് ഫീസിനത്തിൽ ബെവ്കോ സർക്കാരിലേക്ക് 406 കോടി രൂപ അടക്കേണ്ടി വന്നതോടെയാണ് നഷ്ടമായത്. ഈ വർഷം 180 കോടി രൂപയാണ് നഷ്ടം. 9 ലിറ്റർ മദ്യം വിൽക്കുമ്പോൾ 10 പൈസയായിരുന്ന ഗ്യാലനേജ് ഫീസ് 10 രൂപയാക്കിയിരുന്നു. 2 സാമ്പത്തിക വർഷത്തെ ഗ്യാലനേജ് ഫീസായി 406 കോടി അടച്ചതോടെയാണ് ബെവ്കോ നഷ്ടത്തിലായത്. വീണ വിജയനെതിരെ നടക്കുന്ന ED അന്വേഷണത്തെ വിമർശിച്ച് മുഖപ്രസംഗവുമായി ദേശാഭിമാനി ദിനപത്രം. EDയുടെ രാഷ്ട്രീയ വേട്ട വിലപോകില്ല. ED അപസർപ്പക കഥകൾ മെനയുകയാണ്. കേസ് വലിച്ചു നീട്ടുന്നത് ദുരൂഹമാണെന്നും പകപോക്കൽ ആണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തി മിൽമ പിരിച്ചുവിട്ട കരാർ ജീവനക്കാരനെ അതേ യോഗ്യതയുടെ തന്നെ അടിസ്ഥാനത്തിൽ PSC വഴി നിയമിക്കാൻ നീക്കം. മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് തസ്തികയിൽ നിന്ന് ഒഴിവാക്കിയ ആളെ PSC വഴി സീനിയർ മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ നിയമിക്കാനാണ് നീക്കം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 10,000 പേർക്ക് തിരുവോണ സദ്യ നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. രാവിലെ 9-ന് തിരുവോണ സദ്യ തുടങ്ങും. സദ്യയുടെ വരി ഉച്ചയ്ക്ക് 2-ന് അവസാനിപ്പിക്കും. തുടർന്ന് ബുഫേ നൽകും. മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് ഓണം സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മുംബൈ LTTയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ഈ മാസം 29-ന് തിരിച്ച് മുംബൈയിലേക്കും സർവീസ് ഉണ്ടായിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. ഓണക്കാലത്ത് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ബംഗളൂരു കന്റോൺമെന്റ്,
SMBT ബംഗളൂരു, യശ്വന്ത്പൂർ എന്നിവിടങ്ങളിൽ നിന്നും തിരുവനന്തപുരം നോർത്തിലേക്കാണ് സർവീസ് നടത്തുന്നത്. മിസ നാടകത്തിന്റെ രംഗങ്ങൾ വെട്ടിപ്രചരിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സദാചാര പ്രചാരണത്തിനെതിരെ നിയമ നടപടിക്ക് ഡിവൈഎഫ്ഐ. നാടകത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കാത്തവരാണ് വിമർശനവുമായി രംഗത്തെത്തുന്നതെന്നും സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ CPM നേതാവും പഞ്ചായത്ത് മെമ്പറുമായ മനു മത്തായി എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. മദ്യലഹരിയിൽ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന് എക്സൈസ് പറയുമ്പോൾ ചെക്ക് പോസ്റ്റിലെ പണപ്പിരിവിനെയാണ് താൻ ചോദ്യം ചെയ്തതെന്നും മനു മത്തായി പറഞ്ഞു. രാജ്യത്തെ 36 റെയിൽവേ സ്റ്റേഷനുകളിലെ ക്യാന്റീനുകളിലും ഫുഡ് സ്റ്റാളുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിൽ പഴകിയതും വൃത്തിഹീനവുമായ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. പാചകത്തിനായി പൂപ്പൽ ബാധിച്ച പച്ചക്കറികളും കാലാവധി കഴിഞ്ഞ തൈരുമാണ് പല കേന്ദ്രങ്ങളിലും ഉപയോഗിച്ചിരുന്നതെന്നും കണ്ടെത്തി. സിവിൽ ജഡ്ജി തസ്തികയിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് ആവശ്യമായ അഭിഭാഷക വൃത്തിയിലെ പരിചയം 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീം കോടതി. എന്നാൽ ജുഡീഷ്യൽ സർവീസ് പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് 1 വർഷത്തെ തീവ്ര പരിശീലനവും തുടർന്ന് 1 വർഷത്തെ ലോ ക്ലർക്ക്ഷിപ്പും നിർബന്ധമാക്കി. ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർച്ച. റായ്പൂർ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലെ BSc അഗ്രികൾച്ചർ 2ാം വർഷ ചോദ്യപേപ്പറാണ് ചോർന്നത്. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് പരീക്ഷ റദ്ദാക്കി. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയിട്ടും പതിറ്റാണ്ടുകളായി ജയിലിൽ തുടരുന്ന സിഖ് തടവുകാരുടെ മോചനം ആവശ്യപ്പെട്ട് ഇന്ന് പഞ്ചാബിൽ 7 മണിക്കൂർ ഹർത്താൽ. രാവിലെ 7-ന് ആരംഭിച്ച ഹർത്താൽ ഉച്ചയ്ക്ക് 2-ഓടെ സമാപിച്ചു. ISRO മുൻ ചെയർമാനും മലയാളിയുമായ S. സോമനാഥിനെ റിസർവ് ബാങ്ക് സെൻട്രൽ ബോർഡിൽ പാർട്ട് ടൈം നോൺ ഒഫീഷ്യൽ ഡയറക്ടറായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി ജോസഫ് വിജയും TVKയും U-ടേൺ അടിച്ചെന്ന വിമർശനവുമായി DMK. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വിജയ് നേരത്തെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. കർണാടകയിലെ ചിത്രദുർഗയിലുണ്ടായ ബസ് അപകടത്തിൽ 2 പേർ മരിച്ചു, 26 പേർക്ക് പരിക്ക്. മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാജസ്ഥാനിൽ സ്കൂൾ സന്ദർശനത്തിനെത്തിയ CJP പ്രവർത്തകർക്ക് നേരെ ആക്രമണം. CJP നേതാവ് അശുതോഷ് രംഗയെ മർദ്ദിച്ചു. വാഹനം അടിച്ചു തകർത്തു. ആക്രമണത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്ന് CJP. അമേരിക്കയിലെ അലാസ്കയിൽ ചാർട്ടർ വിമാനം തകർന്ന് വീണ് വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാരടക്കം 8 പേരും കൊല്ലപ്പെട്ടു. സെക്യൂരിറ്റി ഏവിയേഷന്റെ ഉടമസ്ഥതയിലുള്ള ഇരട്ട എഞ്ചിൻ സെസ്ന 441 വിമാനമാണ് തകർന്നു വീണത്. 6 യാത്രക്കാരും 2 പൈലറ്റുമാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ജയിലിലേക്ക് മാറ്റി. ആശുപത്രിയിൽ എത്തിച്ച് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഇമ്രാൻഖാനെ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോയത്. ഇക്കാര്യം ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി സ്ഥിരീകരിച്ചു. ഇറാനെതിരായ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ചൈന തള്ളി. ഉപരോധവും സമ്മർദ്ദ തന്ത്രവുമല്ല പരിഹാരം എന്നാണ് ചൈനയുടെ നിലപാടെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ വ്യക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ പരിഷ്കരിച്ച ഔദ്യോഗിക ഗാനം പുറത്തിറക്കി. കായിക പ്രേമികളുടെയും പുതുതലമുറയുടെയും ഊർജം ഉൾക്കൊണ്ട് തികച്ചും വ്യത്യസ്തമായി 1 ബീറ്റ് 1 ലീഗ് 1 ടീം എന്ന പ്രമേയത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനം KCL 3ാം പതിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചാണ് പുറത്തിറക്കിയത്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമി ഫൈനലിലേക്ക്. ലോക 2ാം റാങ്കുകാരായ ചൈനയുടെ ജോഡിയെയാണ് ഇന്ത്യൻ സഖ്യം അട്ടിമറിച്ചത്.